ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. കാറ്റഗറിയിൽ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് മെഷർമെന്റ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പേഴ്സണാലിറ്റി നമ്മൾ സാധാരണ മെഷർ ചെയ്യുന്നത് 3 ടൈപ്പിലാണ്: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്. ഈ 3 മെത്തേഡിലൂടെയാണ് നമ്മൾ പേഴ്സണാലിറ്റീനെ അസസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സബ്ജക്റ്റീവ് മെത്തേഡ്സ് ആണ്. സബ്ജക്റ്റീവ് മെത്തേഡ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്. സബ്ജക്റ്റീവിൽ വരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കുകളാണ് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, അനക്ഡോട്ടൽ റെക്കോർഡ് ആൻഡ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ദ എക്സാമിനേഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിനേഷൻ ഓഫ് സംതിങ് ഫോർ ദി പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റയാണ് എന്തെന്ന് പറയുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സുകൾ നോക്കാം. പ്രധാനമായിട്ടും 4 ടൈപ്പാണ് ഉള്ളത്: പാർട്ടിസിപ്പന്റ്, നോൺ പാർട്ടിസിപ്പന്റ്, കൺട്രോൾഡ്, അൺകൺട്രോൾഡ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗ്രൂപ്പിന്റെ ഡാറ്റയാണോ കളക്ട് ചെയ്യുന്നത് ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു അംഗത്തെ പോലെ നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാലോ, ഇതിപ്പോ നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ ആ ഗ്രൂപ്പിന്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതാണ് എന്ത്? നോൺ പാർട്ടിസിപ്പന്റ്. മറ്റു നമ്മൾ ഗ്രൂപ്പിന്റെ അകത്ത് നിന്ന് ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുന്നു, രണ്ടാമത്തത് ഗ്രൂപ്പിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഗ്രൂപ്പിനെ ഒബ്സർവ് ചെയ്യുന്നു. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. അതായത് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷൻ ഫുള്ളി കൺട്രോൾഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുമ്പോൾ അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലേ. പിന്നെ അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നാച്ചുറൽ സെറ്റിങ്ങിൽ നിന്നിട്ട് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണ് അൺകൺട്രോൾഡ് എന്ന് പറയുന്നത്. അത് നാച്ചുറൽ സെറ്റിംഗ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ ഇത്രയാണ് ഒബ്സർവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ ഓഫ് സംതിങ് ഫോർ ദി പർപ്പസ് ഓഫ് കളക്ടിങ് ഡാറ്റ. ഇനി അടുത്തതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാരുടെ, അതായത് മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീവിയന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറൽ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡിയിങ് ദ ബിഹേവിയറൽ പ്രോബ്ലംസ് ഓഫ് എ മാൽ അഡ്ജസ്റ്റഡ് ഓർ ഡീവിയന്റ് ഇൻഡിവിജ്വൽ. ഇനി ക്ലിനിക്കൽ സൈക്കോളജിയിൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ആണ്, ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡി പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇത്രയും അർത്ഥം മതി. നമ്മുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മൂന്നാമത്തത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നമ്മള് ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് ആയിട്ട് നമ്മൾ വെർബൽ ആയിട്ട് ഇന്റർചേഞ്ച്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമിനർ ഉണ്ടായിരിക്കും, ഒരു എക്സാമിനി ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ എക്സാമിനർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ നടത്തുന്ന ആളും എക്സാമിനി എന്ന് പറഞ്ഞാൽ ആരെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അവരെയാണ് എക്സാമിനർ. അപ്പൊ അവര് തമ്മിൽ ഫേസ് ടു ഫേസ് ഇന്റർ എക്സ്ചേഞ്ച്, അവർ വെർബൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അതിനുള്ള ഉത്തരം പറയുന്നു അല്ലെ. ആ രീതിയിലൂടെ നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അത് 2 ടൈപ്പാണ്: അൺസ്ട്രക്ചേർഡും ഉണ്ട്, സ്ട്രക്ചേർഡും ഉണ്ട്. അൺസ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്യില്ല. ആ സിറ്റുവേഷന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് നടത്തുന്ന ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറുടെ ഇൻഫോർമൽ ആയിട്ട് കുട്ടികളെ കുറിച്ചിട്ടുള്ള ടീച്ചറുടെ ഒരു ഒബ്സർവേഷൻ ആണ് അനക്ഡോട്ടൽ റെക്കോർഡിൽ ഉണ്ടാവുക. കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. അതിനകത്ത് കുട്ടികളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവും, അവരുടെ കണ്ടക്ട്, സ്വഭാവങ്ങളെ കുറിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ അത് ചിലപ്പോൾ ഒരു ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ എഴുതിയിട്ടായിരിക്കും റെക്കോർഡിൽ ഉണ്ടായിരിക്കുക.
പ്രത്യേകിച്ച് അവരുടെ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ സോഷ്യൽ ഫംഗ്ഷനിങ് നടക്കുന്നത്, അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിലുണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് സബ്ജക്റ്റീവ് ടെക്നിക്സുകളായിട്ട്. ഒന്നും കൂടെ ഉണ്ട് ക്യുമുലേറ്റീവ് റെക്കോർഡ് കേട്ടോ. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, സ്കൂളിലുള്ള ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ളത്. അത് കുട്ടികളുടെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് ഡാറ്റയാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതിൽ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവും, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, സ്കൂളിലെ പെർഫോമൻസ് ഉണ്ടായിരിക്കും, ഒക്കെ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നടത്തിയതിന്റെ റിസൾട്ട്, വൊക്കേഷണൽ ആയിട്ടുള്ള ഗോൾസ്, അങ്ങനെ ഈ A to Z ഒരു കുട്ടീനെ കുറിച്ചിട്ട് പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റെക്കോർഡാണ് എന്തെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയായിരുന്നു എന്തിനെ കുറിച്ച് പറയുന്നത്, നമ്മളെ സബ്ജക്റ്റീവ്. അപ്പൊ സബ്ജക്റ്റീവ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഒബ്സർവേഷൻ പറഞ്ഞു, ഇന്റർവ്യൂ പറഞ്ഞു, കേസ് സ്റ്റഡി പറഞ്ഞു, പിന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്. ഇനി അടുത്ത ടൈപ്പാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ക്വസ്റ്റിനെയർ, ഇൻവെന്ററി, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്, സോഷ്യോമെട്രി. ഇതാണ് ഒബ്ജക്റ്റീവ് മെത്തേഡ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്സുകൾ കേട്ടോ. ഇനി ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റിനെയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാലോ, ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു അല്ലെ, അതിനെ കുറിച്ചിട്ട് അതിൽ കുട്ടികൾ അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് തരുന്നു. അത് നമുക്ക് പേഴ്സണാലിറ്റി അസൈൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. 2 തരത്തിലാണ് ക്വസ്റ്റിനെയർ ഉണ്ടായിരിക്കുക. ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണന്റും ആണ് കേട്ടോ. അപ്പൊ ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഓപ്ഷൻസ് മാത്രമേ കുട്ടികൾ, ഇപ്പൊ എസ് ഓർ നോ, അപ്പൊ അങ്ങനെ ഫിക്സഡ് റെസ്പോൺസ് ആയിരിക്കും ക്ലോസ്ഡിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ആ ഫിക്സഡ് റെസ്പോൺസിൽ നിന്ന് കുട്ടി ആൻസർ ചെയ്യേണ്ട ടൈപ്പാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഓപ്പണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോസ്ഡില് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ലൈബ്രറി ഫെസിലിറ്റി ഇൻ ദ കോളേജ്. ഇപ്പൊ കോളേജിലെ ലൈബ്രറി ഫെസിലിറ്റീസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ യെസ് ഓർ നോ അത് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഓപ്പണന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വൈ ഡിഡ് യു ചൂസ് ടു ഡു യുവർ BEd ഡിഗ്രി അറ്റ് ദിസ് കോളേജ്? എന്തുകൊണ്ടാണ് ഈ കോളേജിൽ നിങ്ങൾ BEd പഠിക്കാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കുട്ടികളുടെ റെസ്പോൺസ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞത് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. ഇൻവെന്ററീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പേഴ്സണാലിറ്റി അസൈൻ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മളെ സെൽഫ് അപ്രൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് സെൽഫ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കാം ഉണ്ടാവുക. അവിടെ നമ്മുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീലിങ്സ്, വറീസ്, ഫിയേഴ്സ്, ഡിഫറൻസ്, നമ്മളെല്ലാ കാര്യങ്ങളും പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ രൂപത്തിലോ കൊടുക്കുന്ന സെൽഫ് അപ്രൈസൽ ആയിട്ടുള്ള ഒരു ഇതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഒരു പേഴ്സണാലിറ്റി ടെക്നിക്കാണ്. മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു ഇൻവെന്ററി ഡെവലപ്പ് ചെയ്ത ആളെന്ന് പറയുന്നത് ഹാത്തവേ ആൻഡ് മാക് കൈൻഡ്ലി ആണ് 1943. അതിൽ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. 16 വയസ്സിനും മുകളിലുള്ളവർക്ക് ഉപയോഗിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഇൻവെന്ററി ആണ് മിനസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത്. അതിനകത്ത് 550 സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. അതിൽ ട്രൂ ഓർ ഫാൾസ് അല്ലെങ്കിൽ കനോട്ട് സേ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് ആണ് അതിൽ കൊടുക്കുന്നത്. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. എന്തായിരുന്നു? ഒരു ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തിനെ കുറിച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൽഫ് അപ്രൈസൽ ടൂൾ ആണ് എന്തെന്ന് പറയുന്നത് ഇൻവെന്ററി എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് ഓഫ് വൺ പേഴ്സൺ ബൈ അനദർ. ഇപ്പൊ നമ്മള് ഒരു വ്യക്തിനെ കുറിച്ചിട്ട് മറ്റൊരാള് ജഡ്ജ് ചെയ്യുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അതിനെ റേറ്റ് ചെയ്യാൻ പറയും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരാള് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് മറ്റൊരാൾ റേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1, 2, 3, 4, 5, 7 പോയിന്റ് സ്കെയിലിൽ കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഏതാണോ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്.
ഇനി അടുത്താണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞതിനകത്ത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ അല്ലെങ്കിൽ ഫ്രേസസോ സെന്റൻസോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് എന്താണ് നമ്മള് ചിലപ്പോൾ നമ്മളിൽ പ്രസന്റ് ആയതായിരിക്കാം, ചിലപ്പോൾ നമ്മളിൽ ആബ്സെന്റ് ആയതായിരിക്കും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ടിക്ക് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സോഷ്യോമെട്രി ആണ്. സോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് അസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിനകത്തൊക്കെ നമ്മൾ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഈ സോഷ്യോമെട്രീനെ ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ സോഷ്യോഗ്രാം എന്ന് വിളിക്കും. സോഷ്യോഗ്രാമിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഒന്ന് അതിൽ സ്റ്റാർ ഉണ്ടായിരിക്കും. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന കുട്ടിയായിരിക്കും സ്റ്റാർ എന്ന് പറയുന്നത്. പിന്നെ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഗ്രൂപ്പിനകത്തൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്യാങ്ങിനകത്തൊരു ഗ്യാങ്ങിനെയാണ് നമ്മൾ ക്ലിക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടികൾ ഉണ്ടാവും, അതായത് ആരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുട്ടികൾ ഉണ്ടാവും. പിന്നെ റിജക്റ്റീസ് ഉണ്ടാവും. റിജക്റ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് റിജക്റ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് സോഷ്യോമെട്രി ഉള്ളത്. സോഷ്യോമെട്രി എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു ഗ്രൂപ്പിനകത്തുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്താണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കഥയോ എന്തെങ്കിലും കൊടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും നമ്മൾ ആ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് എങ്ങനെയാണ് ഒരു വ്യക്തി ആ സിറ്റുവേഷനിൽ പെർഫോം ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നതിനാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് ആ സിറ്റുവേഷനിൽ എങ്ങനെ ആ വ്യക്തി പെരുമാറുന്നു അതനുസരിച്ച് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതിനാണ് സിറ്റുവേഷണൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ടെക്നിക്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഡിഫൻസ് മെക്കാനിസത്തിൽ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മളത് നമ്മളുടെ തെറ്റുകൾ മറ്റൊരാളിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ലേ, പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റീവ് മെത്തേഡിന്റെ ബേസിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ബിഹേവിയറിനെ നമ്മൾ അറിയാതെ റിവീൽ ചെയ്യും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ. അത്തരത്തിലുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ സാധാരണ എക്സാമിന് ചോദിക്കും താഴെ കൊടുത്തതിൽ ഏതാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്, അല്ലാത്തത് ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യത്തെയാണ് റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് ഹെർമൻ റോർഷാക്ക് ആണ്. ഒരു സ്വിസ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് 10 ടൈപ്പ് കാർഡ്സ് ആണുള്ളത്. അതിനകത്ത് 5 ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്, ബാക്കി 5 മൾട്ടി കളേർഡ് ആണ്. അപ്പൊ നമ്മളൊരു മഷി ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന തരത്തിലുള്ള പിക്ചേഴ്സ് ആണ് അതിനകത്തുള്ളത്. ആ പിക്ചേഴ്സ് നമ്മൾ ആർക്കാണോ അസൈൻ ചെയ്യുന്നത് അവർക്ക് കൊടുക്കും. അപ്പൊ ആ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തി എങ്ങനെയാണോ ആ പിക്ചറിനെ നോക്കി കാണുന്നത്, ചിലപ്പോൾ ആ പിക്ചർ വെച്ചിട്ട് ഒരു സ്റ്റോറി പറയാതെ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയാ. അപ്പൊ ആ പിക്ചർ വെച്ചിട്ട് എങ്ങനെയാണോ ആ വ്യക്തി അതിനെ അനലൈസ് ചെയ്യുന്നത് അതനുസരിച്ച് അയാളുടെ പേഴ്സണാലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നതാണ് റോർഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു തരം പ്രൊജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. ഇനി അടുത്തതാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ടാക്ട് എന്ന് പറയും. അത് മോർഗൻ ആൻഡ് മുരെ ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് 30 പിക്ചേഴ്സ് ആണുള്ളത്. അതായത് നമ്മളുടെ ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന്റെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ് അതിനകത്തുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ആരെയാണ് നമ്മൾ പേഴ്സണാലിറ്റി അസൈൻ ചെയ്യുന്നത് അവരോട് ഒരു സ്റ്റോറി പറയാൻ പറയും. അപ്പൊ ആ സ്റ്റോറി എങ്ങനെയാണോ അവർ പറയുന്നത് അതനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റിനെ അവിടെ റിവീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കും അവർ ആ സ്റ്റോറിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെയാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഇനി അടുത്തതാണ് ചൈൽഡ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, കാറ്റ് എന്ന് പറയും. അത് ബെല്ലാക്കാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ആ പേര് തന്നെ കണ്ടല്ലോ, ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്നുള്ളത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളത്. 3 വയസ്സിന്റെയും 10 വയസ്സിന്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതിനകത്ത് 10 കാർഡ്സ് ആണുള്ളത്. അത് ആനിമൽസിന്റെ പിക്ചറും അവരുടെ ലൈഫ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് വെച്ചിട്ട് കുട്ടികളോട് സ്റ്റോറി പറയാൻ പറയുന്നു. ആ സ്റ്റോറിയിൽ അവരുടെ പേഴ്സണാലിറ്റി പ്രൊജക്ട് ചെയ്യുന്നതാണ് പറയുന്നത്.
ഇനി അടുത്താണ് പിക്ചർ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് PSI. അതായത് പിക്ചർ സിറ്റുവേഷൻ ടെസ്റ്റിൽ പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത് മോർഗൻ ആൻഡ് ഗാലർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 10 കാർഡ് ഉണ്ട്. ആ 10 കാർഡിനകത്ത് ഓരോ ഹ്യൂമൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന അമ്മയും ആ കുട്ടി ഒരു ആൺകുട്ടിയും തമ്മിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളായിരിക്കും ഉണ്ടാവുക. ആ ചിത്രങ്ങൾ വെച്ചിട്ട് അവരോട് നമ്മൾ കഥ പറയാൻ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് പിക്ചർ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറെ സെന്റൻസുകൾ ഉണ്ടായിരിക്കും. ആ സെന്റൻസ് നമ്മൾ കൊടുത്തിട്ട് ഒരു സെക്കൻഡ് തോട്ടിനെ ചിന്തിക്കാതെ, രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവരോട് ആൻസർ ചെയ്യാൻ പറയും. എന്താണ് വെച്ചാൽ അവരെ മൈൻഡിൽ ഫസ്റ്റ് വരുന്നത് അത് വെച്ചിട്ട് അവരോട് നമ്മൾ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അത് വെച്ചിട്ട് അവരുടെ പേഴ്സണാലിറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതർ ചിൽഡ്രൻ എന്ന് കൊടുക്കും. എന്നിട്ട് ചിലപ്പോൾ ചോദിക്കും അതർ ചിൽഡ്രൻ, ചിലവർ പോസിറ്റീവ് ആയിട്ടായിരിക്കും അത് ചെയ്യുക, ചിലവർ നെഗറ്റീവ് ആയിട്ടായിരിക്കും അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു രണ്ടാമതൊന്ന് ചിന്തിക്കാൻ അവസരം കൊടുക്കാതെ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുന്ന അതുവഴി അവരുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നതാണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ജംഗാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുടെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്താണ് ഇപ്പോൾ കോൺഫ്ലിക്റ്റ്, അതായത് അവരുടെ സ്കൂള്, ഹോം, കമ്മ്യൂണിറ്റി, അവിടെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഉള്ള കുറെ വേർഡ്സുകൾ പറയും. ആ വേർഡ്സുകൾ പറഞ്ഞിട്ട് ഒരുപാട് വേർഡ്സ് പറയും. എന്നിട്ട് അവരോട് ചോദിക്കുക, അവരുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേർഡിനെ കുറിച്ചിട്ട് അവരോട് പറയാൻ പറയും. അപ്പൊ എങ്ങനെയാണോ അവരതിനെ റിയാക്ട് ചെയ്യുന്നത്, എത്ര ടൈം എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവരുടെ ഇന്നർ ഫീലിങ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പറഞ്ഞത്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഈ ഒരു ടെസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അടുത്താണ് സ്റ്റോറി ടെല്ലിംഗ് ഓർ സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. അതായത് നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് കുട്ടികളോട് പറഞ്ഞിട്ട് ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ആ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇന്നർ ഫീലിങ്സ് അവിടെ പ്രകടമാവുന്നതാണ് പറയുന്നത്. അതുവഴി അവരുടെ പേഴ്സണാലിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതിനെ ഒന്ന് ഷോർട്ടാക്കി പറയാണ്, നമ്മൾ പേഴ്സണാലിറ്റി മെഷർ ചെയ്യുന്നത് 3 രീതിയിലാണ്: സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്. അതിൽ സബ്ജക്റ്റീവിൽ ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഒബ്ജക്റ്റീവില് ക്വസ്റ്റ്യനെയർ, ഇൻവെന്ററി, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്, സോഷ്യോമെട്രി. പ്രൊജക്റ്റീവില് റോർഷാക്ക് ഇൻഗ്ലോ ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിക്ചർ സിറ്റുവേഷൻ ടെസ്റ്റ്, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത്രയാണ് പേഴ്സണാലിറ്റിനെ മെഷർ ചെയ്യുന്ന ടെക്നിക്സുകൾ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.